ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിയറ്റ്നാമിൽ ചെന്നിട്ട് ഹോയാനിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത ഒരു ഈവനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മളൊരു അറൗണ്ട് 7 o'clock ആയിരുന്നു ഹോയാനിൽ ചെന്നത്. 7 o'clock തൊട്ട് മിഡ് നൈറ്റ് അറൗണ്ട് 12 o'clock വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഹോയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡൺ സിറ്റി ഓഫ് വിയറ്റ്നാം എന്നാണ് അറിയപ്പെടുന്നത്. ഹോയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെ ആണ് കേട്ടോ. ഒരു 15-19 നൂറ്റാണ്ടിന്റെ ഇടയ്ക്ക് വിയറ്റ്നാം സെൻട്രൽ കോസ്റ്റിലെ ഒരു ട്രേഡിംഗ് പോർട്ടായിരുന്നു ഹോയാൻ. ഒരു ഡേയും നൈറ്റും ആയിരുന്നു കേട്ടോ നമ്മൾ ഹോയാനിൽ സ്പെൻഡ് ചെയ്തത്. ഡേ നമ്മൾ സ്പെൻഡ് ചെയ്തതിന്റെ ഒരു വീഡിയോ എക്സ്ട്രാ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡേയിലും നൈറ്റിലും എൻറ്റയർലി 2 ഔട്ട്ലുക്കാണ് ഹോയാനുള്ളത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഇത്ര വൈബ്രന്റ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ളൊരു സിറ്റി ഞാൻ കാണുന്നത് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. എല്ലായിടത്തും ഈ കത്തിച്ച ലൈറ്റുകളും ആ സിറ്റി ഫുള്ളും കളർഫുൾ ആക്കി അവർ വെച്ചേക്കാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ വിയറ്റ്നാം. അതിൽ തന്നെ ഹോയാനിലെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ചും കൂടെ വൈറലായിക്കൊണ്ടിരുന്നത് ഫുക്കോക്ക് ഐലൻഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. വിയറ്റ്നാമിന്റെ തന്നെ ഒരു ഐലൻഡ് പോർഷനാണ് ഫുക്കോക്ക്. അപ്പോൾ വിയറ്റ്നാമിന്റെ മെയിൻ ലാൻഡിലുള്ളതാണ് ഹോയാനൊക്കെ. അതിലും കുറച്ചും കൂടെ സെൻട്രൽ വിയറ്റ്നാം എന്ന് വേണമെങ്കിൽ ഡനാങ്ങും ഹോയാനും ഒക്കെ പറയാം. അപ്പോൾ നമുക്ക് ഇന്ത്യൻസിന് വിയറ്റ്നാമിന്റെ മെയിൻ ലാൻഡിൽ കയറണമെങ്കിൽ വിസ വേണം. ഫുക്കോക്ക് ഐലൻഡിലേക്ക് വിസ വേണ്ട, വിസ ഫ്രീ എൻട്രി ആണ്. അപ്പോൾ സാധാരണ വിയറ്റ്നാം ഇസ് വിസ ഫ്രീ എന്നൊക്കെയാണ് വീഡിയോസ് കാണാറ്. പക്ഷെ വിയറ്റ്നാം മൊത്തത്തിൽ വിസ ഫ്രീ അല്ല. ഈ ഫുക്കോക്ക് ഐലൻഡ് മാത്രമേ വിസ ഫ്രീ ഉള്ളൂ. വിയറ്റ്നാമിന്റെ മെയിൻ ലാൻഡിൽ കയറണമെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ വിസ വേണം. വിസ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ് ഒന്നും അല്ല കേട്ടോ. നമ്മളിവിടെ UK ട്രാവൽ ചെയ്തതുകൊണ്ട് അതൊരു ലോങ് ട്രാവൽ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള ട്രാവലിംഗും ആണ്. നമ്മൾ വിയറ്റ്നാമിൽ പോയപ്പോൾ ചെയ്ത റിസർച്ചുകളിൽ പലതും ഭയങ്കര ചീപ്പാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് കണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്ര ചീപ്പാണെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പലതും വളരെ എക്സ്പെൻസീവ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് അട്രാക്ഷൻസിലും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് തന്നെയാണ്. ഹൊയാനിലെ നൈറ്റിലുള്ളൊരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലാൻഡേൺസ് കത്തിച്ചിട്ടുള്ള ബോട്ടിൽ കൂടെ നമുക്ക് റിവറിൽ കൂടെ ഒരു ട്രിപ്പ് എടുക്കാം. അതുപോലെ തന്നെ അവര് ബോട്ടിനകത്ത് തന്നെ മിക്ക ബോട്ടുകളും ലാൻഡേൺസ് നമുക്ക് തരും. ലാൻഡേൺസ് നമുക്ക് പുഴയിൽ കൂടെ ഒഴുക്കാം. സിറ്റി കൂടെ നമ്മൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ ബോട്ടുമായിട്ടുള്ളവർ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യും. അതിനകത്ത് മോട്ടോറുള്ള ബോട്ടുകളും ഉണ്ട്, അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് തുഴയുന്ന ബോട്ടുകളും ഉണ്ട്. അപ്പം നമ്മൾ റേറ്റ് നന്നായിട്ട് ചോദിച്ച് അത്യാവശ്യം പേശിയിട്ട് വേണം കയറാനായിട്ട്. അപ്പം നമ്മുടെ ഈ റിവറിന്റെ ഒരു സൈഡ് വരെ മാത്രമേ മോട്ടോറുള്ള ബോട്ടുകൾ പോകുള്ളൂ കേട്ടോ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കൈയും കൊണ്ട് തുഴയുന്ന ബോട്ടുകളെ പോകുള്ളൂ. മോട്ടോറുള്ള ബോട്ടുകളുടെ ഡെക്കറേഷനും ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ കൈകൊണ്ട് തുഴയുന്ന ബോട്ടുകളുടെ ഡെക്കറേഷനും എൻറ്റയർലി ഡിഫറെന്റ് ആണ് കേട്ടോ. മോട്ടോറുള്ള ബോട്ടുകളിൽ കുറെ കൂടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കാണാനായിട്ട്. ഇപ്പം മുമ്പിൽ കിടക്കുന്ന ബോട്ടുകൾ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അന്ന് മോട്ടോർ ഇല്ലാത്ത പഴയ വള്ളം പോലത്തെ സംഭവങ്ങൾക്ക് വേറൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ അത് നമ്മൾ റിവറിന്റെ മറ്റൊരു പോർഷനിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ ബോട്ടുകൾ കാണാനായിട്ട് തുടങ്ങും. നമ്മളെടുത്ത ഈ ട്രിപ്പിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50K വിയറ്റ്നാമീസ് ഡോങ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് കയറുന്നത്. ജസ്റ്റ് പുഴയിൽ കൂടെ ഒരു ട്രിപ്പ് അടിക്കും. അതുപോലെ തന്നെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവർ തന്നെ എടുത്തു തരും. നിൻബിനിലൊക്കെ ചെന്നിട്ട് 1-2 സ്ഥലങ്ങളിലേക്ക് ബോട്ട് ട്രിപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര കയോട്ടിക്കായിരുന്നു. അവർ കൊണ്ടുപോയിട്ട് തിരിച്ച് കരയ്ക്ക് അടുപ്പിക്കാതെ നമുക്ക് എന്താ ടിപ്പ് വേണമെന്നൊക്കെ പറഞ്ഞ് വണ്ടി ഇടയ്ക്ക് വെച്ച് നിർത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ബോട്ടിൽ പോകുന്ന പൈസ കൂടാതെ എക്സ്ട്രാ അവർക്ക് തുഴയുന്നവർക്ക് ടിപ്പ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകുന്നതിന് മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എത്ര പ്രൈസ് എന്ന് വെച്ചാൽ അത് പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം മാത്രം പോകുക. അല്ലെങ്കിൽ അവരെ ഇടയ്ക്ക് വെച്ച് അവരുടെ വിധം മാറും, പ്രൈസ് മാറും, അങ്ങനെ പല കച്ചറകളാകും. നമ്മളൊരു നല്ല ട്രിപ്പിന് പോയിട്ട് അത് നമ്മുടെ ഒരു മൂഡ് റൂയിൻ ആകുന്ന രീതിക്കായി പോകും. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടൂറിസ്റ്റ് അട്രാക്ഷന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അതിനടുത്തൊക്കെ കുറെ ആൾക്കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് വിളിക്കും. അവരുടെ വീടിന്റെ അടുത്തേക്കൊക്കെ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. നമ്മൾ വിചാരിക്കും കാറും കൊണ്ട് പോയാലൊക്കെ അങ്ങനെ വിളിക്കാന്ന്. അങ്ങനെയല്ല, കാറോ ബൈക്കോ സൈക്കിളോ എന്തായിട്ടാണ് നമ്മൾ പോണെങ്കിൽ നമ്മൾ അങ്ങനെ അവര് കൈ കാണിച്ച് വിളിക്കുക, ഷെയറിംഗ് കൊണ്ട് ഇവിടെ പാർക്കിംഗ് ഉണ്ട്, ചിലപ്പോൾ ഫ്രീ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞായിരിക്കും വിളിക്കുന്നത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെയൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ അവരുടെ ഇരിക്കുന്ന സ്ഥലങ്ങളുടെ അടുത്തോ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ പാർക്കിങ്ങിന് പൈസ കൊടുക്കേണ്ടി വരും. അതിപ്പം പ്രത്യേകിച്ച് പാർക്കിംഗ് ലോട്ടുകളോ അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ അണ്ടറിലുള്ള അങ്ങനെയൊന്നും അല്ല. പക്ഷെ അവരുടെ വീടിന്റെ അടുത്തുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നോക്കി പാർക്ക് ചെയ്തിട്ട് എന്തായാലും നമ്മൾ നടക്കാൻ പാകത്തിനാ വന്നെങ്കിൽ അങ്ങനെ നടക്കാൻ പോവുക. അല്ലെങ്കിൽ പാർക്കിങ്ങിന് പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ കച്ചറ ഒന്നും ഇല്ലാണ്ട് പാർക്കിങ്ങിന് പൈസ കൊടുത്തിട്ട് നമുക്ക് പോരാം.
ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാമിൻ്റെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിയറ്റ്നാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് അവിടുത്തെ ഫുഡും അതുപോലെ തന്നെ കോൾഡ് കോഫികളും ആണ്. അപ്പോൾ വിയറ്റ്നാമിൽ പോകാനായിട്ട് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ പ്ലാൻ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫുഡ് കഴിക്കുക, ഇഷ്ടംപോലെ കോഫി കുടിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് അവരുടെ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഫായാണ് മെയിൻ തിങ്. അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു, പല വെറൈറ്റി കോൾഡ് കോഫികൾ. അപ്പോൾ കോഫികളും ഫായും ഒക്കെ നല്ല അടിപൊളിയാണ്. ഫുഡും ഡ്രിങ്ക്സും ആണ് ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ മിസ് ചെയ്തത്. അതുപോലെ തന്നെ ബന്മിയും അടിപൊളിയാണ്. നല്ല ഒരു സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സംഭവം. വിയറ്റ്നാമിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വീഡിയോസും കൂടെ നമ്മുടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഡിറ്റ് ചെയ്ത് ഓരോരോ വീഡിയോസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോയാനിൽ നൈറ്റിൽ പോയാലുള്ള മെയിൻ പരിപാടി ബോട്ടിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ബോട്ടിംഗ് അല്ലാണ്ട് വെറുതെ സിറ്റി കൂടെ നടക്കാനും നല്ല അടിപൊളി വൈബാണ് കേട്ടോ. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും പബ്ബുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പല റെസ്റ്റോറൻറ്റ് പബ്ബായിട്ടുള്ള സ്ഥലങ്ങളിൽ ലൈവ് ഷോകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഡാൻസ് പാട്ടുമൊക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ളൊരു നൈറ്റ് വൈബുള്ളൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത്ര കളർഫുള്ളായിട്ട് നൈറ്റ് വൈബുള്ളൊരു സ്ഥലത്തോടെ ഇതിനു മുമ്പ് ഞാൻ പോയിട്ടില്ല. നമ്മളിങ്ങനെ സൈഡിൽ കണ്ട കളർഫുൾ ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള കടകളിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാനായിട്ട് പോയില്ലായിരുന്നു കേട്ടോ. പൊതുവേ ഇങ്ങനെ ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ അടുത്ത് കാണുന്ന കടകളിൽ ഫുഡിന് നല്ല വിലയായിരിക്കും. ചിലപ്പോൾ ഒരു തവണ കഴിക്കുന്നതിന് പുറത്ത് വേറെ എവിടെന്നെങ്കിലും 5 തവണ കഴിക്കുന്നതിൻ്റെ സെയിം പ്രൈസ് ആകും. അതുകൊണ്ട് നമ്മൾ ഇതിൽ കൂടെയൊക്കെ കുറച്ചും കൂടെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് പുറത്തിറങ്ങിയിട്ടായിരുന്നു ഫുഡ് കഴിച്ചത്. ഇപ്പം നമ്മൾ നടക്കുന്ന ഏരിയാസൊക്കെ കുറച്ചും കൂടെ ലൈവ് ഷോസ്, മ്യൂസിക് ഷോസ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു സിറ്റിയുടെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ അടുത്ത സൈഡ് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈവ് ഷോ ഒക്കെ കാണണമെങ്കിൽ അവിടെ പബ്ബിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ കയറി ഫുഡൊന്നും കഴിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വഴിയുടെ സൈഡിൽ നിന്നാലും കാണാം. അങ്ങനെയും കുറേ പേര് ചീർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നടന്ന് കുറച്ച് മടുത്തു എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങിയപ്പം എന്നാൽ പിന്നെ നമുക്ക് തിരിച്ച് നടക്കാമെന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിയാകുമ്പോൾ നമ്മൾ തിരിച്ച് നടന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തന്നെ എത്തിയാലേ നമുക്ക് തിരിച്ചിവിടെ നിന്ന് ഔട്ടാകാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു ഐലൻഡ് പോലെ പാലത്തിൻ്റെ ഒരിടത്തേക്ക് പോയാൽ പിന്നെ തിരിച്ച് പാലം ക്രോസ് ചെയ്യാനായിട്ടുള്ള വഴിയില്ല, ഒറ്റ ക്രോസ് മാത്രമേ ഉള്ളൂ. തിരിച്ച് ആ പോയിന്റിൽ തന്നെ എത്തണം. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തിറങ്ങി ഡിന്നർ കഴിക്കാൻ ഒരു കട കണ്ടുപിടിച്ചു. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ നമ്മൾ അവസാനിപ്പിക്കാൻ പോകണം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.